സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. മമ്മൂക്ക എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടനെ പറ്റി ഞാൻ പറയാറുണ്ട്. ഈ രണ്ടുപേരുടെയും കാര്യങ്ങൾ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ പല അടിമ സംഖ്യക്കുട്ടന്മാരും എൻ്റെ കമൻറ്റ് ബോക്സിലും എൻ്റെ പേഴ്സണൽ മെസ്സേജിലും ഒക്കെ വന്നുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വന്നുകൊണ്ട് മെഴുകുന്നത് ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാനോ മോഹൻലാൽ ഒരു സംഖ്യയാണെന്നോ പറയാനോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ പറയുന്ന എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിലെല്ലാം വ്യക്തമാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരുടെയോ അടിമയാക്കപ്പെട്ട് നിന്നു പോയിരിക്കുകയാണ്. അയാളുടെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അയാൾക്ക് ഒരു കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കുന്നില്ല. അയാൾ എന്തോ ഒരു അടിമയെ പോലെ ആയിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ എണ്ണമാണ് വന്നിട്ട് കുരയ്ക്കുന്നത്. അപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മമ്മൂട്ടിയെ മോഹൻലാലിനെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. മോഹൻലാലിനൊരു വിഷയം ഉണ്ടാകുമ്പോൾ മമ്മൂക്ക ഇടപെടാതിരുന്നതും, എന്നാൽ മമ്മൂക്കയ്ക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ മോഹൻലാൽ ഇടപെടാതിരുന്നതും എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ ആ കഴിഞ്ഞ ദിവസം അതിനുള്ള ആൻസർ പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വിഷയങ്ങൾ രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. മോഹൻലാൽ ആനക്കൊമ്പ് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ 4 ആനക്കൊമ്പ് അനധികൃതമായി സൂക്ഷിച്ചു എന്നുള്ളതാണ് മോഹൻലാലിനെതിരെയുള്ളൊരു പരാതി. മമ്മൂക്കയ്ക്കെതിരെയുള്ളൊരു പരാതി എന്താണ്? ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം കള്ളക്കടത്ത് വഴി ഈ പറയുന്ന ഇന്ത്യയിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിച്ചു, ഹവാല ഇടപാടുകൾ നടത്തി എന്നൊക്കെയാണ് മമ്മൂക്കയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ. ആരോപണങ്ങളെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു അനധികൃതമായിട്ട് അവർ ചെയ്തു എന്ന് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് സംഘിമിത്രങ്ങളെ മമ്മൂക്കയുടെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? എന്തെങ്കിലും ഒരു സാധനം കിട്ടിയോ? ഒരു സാധനവും കിട്ടില്ല. ആട് കിടന്നിടത്ത് ആടിൻ്റെ പൂടെയെങ്കിലും ഉണ്ടാവണ്ടേ? അതിൻ്റെ ഒരു ലെവലേശം പോലും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നും കിട്ടാതെ ഈ പറയുന്ന മോഹൻലാലിന് വിഷയം വന്നപ്പോൾ മമ്മൂക്ക സംസാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സംഘികളുടെ മനസ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവന്മാരുടെയൊക്കെ മനസ്സ് നല്ലത് തന്നെയാടേ. നല്ല ഫാൻ ഫൈറ്റ് ഉണ്ടാകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഫാൻസിന് നല്ല രീതിയിൽ ഇടപെടണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ തങ്ങൾ ആരാധിക്കുന്ന ഒരു കലാകാരനെ പറ്റി ഒരാൾ കുറ്റം പറയുമ്പോൾ പ്രതികരിക്കണം. പക്ഷേ ആ പ്രതികരിക്കുമ്പോൾ എന്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ബേസിക് വേണം. ആ ബേസിക് ഇല്ലാതെ ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ മെഴുകാൻ വേണ്ടി വരുമ്പോഴാണ് എനിക്ക് ഈ പറയുന്നവന്മാരെയൊക്കെ പിതൃശൂന്യന്മാരെന്നും പലതന്തയ്ക്ക് പിറന്നവന്മാരെന്നും ഒക്കെ വിളിക്കേണ്ടി വരുന്നത്. ഖേദകരമാണ്, എങ്കിലും ഞാൻ വിളിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഭീഷണികൾ വരുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്ത് വന്നാലും നമ്മൾ പറയാനുള്ള കാര്യം പറയും. നമ്മളുടെ ഒരു അജണ്ട അത് തന്നെയാണ്. അത് ഇനി നമ്മൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു വിഷയം ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുൻപ് ശനിയാഴ്ചയാണ് അടിമാലിയിൽ കൂമ്പൻപാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ലക്ഷം വീടുകളെല്ലാം കൂടി പാർപ്പിച്ചിരുന്ന, അല്ലെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ പറയുന്ന ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ദേശീയ പാതയുടെ വീതി കൂട്ടുന്നതിന്റെ ഫലമായിട്ട് മണ്ണെടുത്ത ഭാഗത്ത് നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്, മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലിൽ പെട്ടുപോയൊരു കുടുംബം ഉണ്ടായിരുന്നു. അതിൽ സന്ധ്യ എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു കാല്, സന്ധ്യ ആ ഒരു വീടിൽ മണിക്കൂറുകൾ പിന്നിട്ട്, അല്ലെങ്കിൽ മണിക്കൂറുകൾ ആ ഒരു വീട്ടിൽ തന്നെ കിടക്കേണ്ടി വന്നു, അകപ്പെട്ടു പോയതാണ്. അപ്പോൾ അങ്ങനെ അകപ്പെട്ടു പോയപ്പോൾ സന്ധ്യയുടെ കാലിലായിരുന്നു നല്ല വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കല്ലും മണ്ണും ഒക്കെ വന്ന് വീണതായിരിക്കാം. അപ്പോൾ അങ്ങനെ വെയിറ്റ് വന്നിരുന്ന സന്ധ്യയുടെ മണിക്കൂറുകളോളം ആ കാലിൽ അങ്ങനെ വെയിറ്റ് ഇരുന്ന് പിന്നീട് രക്ഷാപ്രവർത്തന സംഘം അവിടേക്ക് എത്തി ഈ പറയുന്ന നമ്മുടെ സന്ധ്യയെ പുറത്തെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പെട്ടെന്ന് തന്നെ സന്ധ്യയ്ക്കുള്ള പ്രാഥമിക ശുശ്രൂഷയെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ആ കാലിലേക്കുള്ള രക്തയോട്ടമോ അല്ലെ കാലിൻ്റെ ഒരു പ്രവർത്തനം അത് നേരെ ഗതിയിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയും, അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയും കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ അത്രയും വലിയൊരു പ്രകൃതി ദുരന്തത്തിൽ പെട്ടുപോയ സന്ധ്യയെ സഹായിക്കാനായിട്ട് നമ്മളുടെ എല്ലാവരുടെയും മൂത്തോൻ രംഗത്തേക്ക് വന്നു. അതായത് എല്ലാവരും കുറ്റം പറയുന്ന, എല്ലാവരും കളിയാക്കുന്ന, എല്ലാവരും ഈ പറയുന്ന ഹവാല ഇടപാട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറയുന്ന കൊള്ളക്കാരൻ്റെ കൂട്ടമായിട്ടുള്ള മുസൽമാനായിട്ടുള്ള അങ്ങനെയുള്ളൊരു വ്യക്തി, ആ വ്യക്തി രംഗത്തേക്ക് വന്നു. ആരാണ്? മമ്മൂക്ക. ആ വ്യക്തി ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിമാലി മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയ്ക്ക് കൈത്താങ്ങായി മമ്മൂട്ടി. തുടർ ചികിത്സ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ഏറ്റെടുക്കും. കണ്ടില്ലേ? എല്ലാവരും കുറ്റപ്പെടുത്തിയ, എല്ലാവരും കളിയാക്കിയ, മോഹൻലാൽ ഫാൻസ് അടക്കം എല്ലാവരും കളിയാക്കിയ ഒരു മനുഷ്യനാണ് ഈ ഒരു കാര്യം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് മോഹൻലാലിനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അക്ഷയ് എന്ന് പറയുന്ന ഏതൊരു വാണച്ചെറുക്കനുണ്ട്. നീയൊക്കെ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇതൊരിക്കലും ഞാനൊരു ഫാൻസിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫാൻസിന് എതിരെ ഞാൻ സംസാരിക്കുന്നതല്ല.
ഇത് ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെയോ വിടുവായത്തരം പറയാൻ വേണ്ടി വരുന്നവന്മാർക്കുള്ളൊരു മറുപടിയാണ്. മമ്മൂക്ക ഇപ്പം ചെയ്തൊരു കാര്യം, ആ ഒരു സന്ധ്യ എന്ന് പറയുന്ന ആ വീട്ടമ്മയ്ക്ക് ഒരു കൈത്താങ്ങായിട്ട് മമ്മൂട്ടിയുടെയൊക്കെ ഫൗണ്ടേഷൻ രംഗത്തേക്ക് എത്തി. എന്നിട്ട് പോലും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നവോത്ഥാന നായകന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ ഈ മുന്നിലേക്ക് വെക്കുന്ന വലിയ വീരപരിവേഷം കൊടുത്തിട്ടുള്ള ആളുകളെ കാണാനില്ല. ഇതൊരു കുറ്റം പറയലല്ല, ഞാനൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്തേ ഉള്ളൂ. അപ്പം ഞാൻ മോഹൻലാലിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മമ്മൂക്കയെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരൊന്നും മനസ്സിലാക്കുക, എനിക്ക് രണ്ട് നടന്മാരും ഒരുപോലെയാണ്. മമ്മൂക്കയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ്. അത് നടൻ എന്നതിനേക്കാൾ ഉപരി ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനോടാണ് എനിക്ക് താല്പര്യം. കാരണം ഒരു നിലപാട്, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞൊരു നിലപാടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാൾ എടുക്കുന്ന നിലപാട്, അയാൾ എടുക്കുന്ന ഓരോ വേഷങ്ങളാണെങ്കിലും അയാൾ എടുക്കുന്ന ഓരോ ജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അയാൾ എടുക്കുന്ന സ്റ്റാൻഡ്, അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അല്ല, ആണുങ്ങളായിട്ടുള്ളവരെല്ലാം അത് കണ്ടിട്ട് വിലയിരുത്തേണ്ടതാണ്. കാരണം അയാൾ അനാവശ്യമായിട്ട് ഒരു വിഷയത്തിലും പോയി ഇടപെടാറില്ല. അയാളെന്ന് വിളിക്കാൻ പോലും നമുക്ക് യോഗ്യതയല്ല. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. അത് കൾച്ചറില്ലാത്തൊരു പരിപാടിക്ക് അദ്ദേഹം പോവില്ല എന്നർത്ഥം. ഒരുങ്ങിക്കെട്ടി നടക്കുക അല്ല അങ്ങനെയുള്ള വൃത്തിയുടെ പരിപാടികൾ അദ്ദേഹം ചെയ്യാറില്ല. അപ്പം ഞാൻ ഈ മമ്മൂക്കയെ പറ്റി സംസാരിച്ചതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും കേവലം ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന സിനിമാ രംഗത്തിരിക്കുന്ന ഒരാൾക്കോ സംഭവിച്ചൊരു വിഷയമല്ല. ഇതൊരു മതത്തിൻ്റെ പേരിൽ വന്നൊരു വിഷയമാണ്. വേടൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ജാതിയാണ്, നാളെ നിറമാകും, പിന്നെ മതമാകും, പിന്നെ വർണ്ണമാകും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വേടൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇനി ഇവിടെ BJP ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ, സംഘികളുടെ ഒരു ഭരണമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ, മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ആദ്യം മമ്മൂട്ടിയുടെ പേര്, മമ്മൂട്ടി എന്നുള്ളൊരു പേര്, ആ ഒരു മേൽവിലാസം എടുത്താൽ കളയും. എന്നിട്ട് മുഹമ്മദ് കുട്ടി എന്നുള്ളൊരു പേരങ്ങ് നാമകരണം ചെയ്യപ്പെടും. അല്ലെങ്കിൽ ആ ഒരു പേരിൽ മാത്രമേ മമ്മൂട്ടിയെ നമ്മളെല്ലാവരും സ്നേഹത്തോടെ മമ്മൂക്ക എന്ന് വിളിക്കുന്ന വ്യക്തിയെ അറിയിപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കത്തുള്ളൂ, അവരതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ മോഹൻലാലിനെ കുറ്റം പറയുന്നു, മമ്മൂട്ടിയെ ബൂസ്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് എന്തറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത്, മോഹൻലാൽ ആരാണെന്നറിയാമോ, മോഹൻലാലിന് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക, അയാൾക്കൊരു വിഷയം വന്നപ്പോൾ ഇയാൾ സംസാരിച്ചില്ല. ഈ വിഷയങ്ങൾ തന്നെയാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരാളുടെയും പക്ഷം നിന്ന് സംസാരിക്കുന്ന അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ നോക്കി അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോ മുതൽ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഏകപക്ഷീയമായിട്ട് സംസാരിക്കാറില്ല. എന്താണോ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കൊള്ളരുതായ്മ, അതിനെതിരെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് മമ്മൂക്ക ചെയ്താലും മോഹൻലാൽ ചെയ്താലും മറ്റേതവൻ ചെയ്താലും നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, വലതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, തന്തയില്ലായ്മ അത് തന്നെയാണെന്നുള്ളത് നമ്മൾ പറയുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാം അതിന് പിന്നാലെ വരാൻ പോകുന്ന കോൺസിക്വൻസസ് എത്രത്തോളമാണെന്നുള്ളത്. അതും മനസ്സിലാക്കി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ കരിവാരത്തേക്ക് ചെയ്യുന്നതല്ല. എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ഒരുപാട് ഇഷ്ടം തന്നെയാണ്. അയാളോട് വെറുപ്പ് തോന്നാനായിട്ട് അയാൾ എന്നോടൊന്നും ചെയ്യുകയോ അല്ലെങ്കിൽ അയാളോട് വെറുപ്പ് തോന്നാനായിട്ട് എനിക്കൊരു കാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയുമില്ല. പക്ഷേ ഈ നിശബ്ദതയാണ് ഞാൻ എതിർത്തത്. അതായത് ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ, മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന മോഹൻലാലിൻ്റെ നിശബ്ദതയാണ് എനിക്ക് ദേഷ്യം മാത്രമല്ല, അങ്ങനെ ഒരു നിശബ്ദത ഉണ്ടാവാൻ പാടില്ലായിരുന്നു. തൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക്, മറ്റാർക്കെങ്കിലും വന്നാലും കുഴപ്പമില്ല, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യന് വന്നപ്പോൾ ഒന്നും മിണ്ടാതിരുന്നത് അതെന്തിൻ്റെ പേരിലാണ്? എന്തെങ്കിലും മിണ്ടിയാൽ തനിക്ക് കിട്ടിയ അവാർഡ് എടുത്ത് കളയപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും മിണ്ടിയാൽ തനിക്ക് കിട്ടിയ ആ ഒരു പാരിതോഷികം അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത അതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി. ഒരു തവണയെങ്കിലും ആരുടെയെങ്കിലും മുൻപിൽ ഒന്ന് തല കുനിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും, ആയുഷ്കാലം മുഴുവനും അവരുടെ മുൻപിൽ അടിമയായി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇത് ശരിക്കും മമ്മൂക്കയോ അല്ലെങ്കിൽ മോഹൻലാലിനെ ഞാൻ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും സ്നേഹബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്താനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നൊന്നുമല്ല. ഇത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ സംഖ്യയാക്കാൻ വേണ്ടിയും ചെയ്യുന്നതല്ല. അയാളൊരു സംഖ്യയൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ സംഖ്യകളുടെ ഇടപെടലുകളിൽ കൂടി മോഹൻലാലിന് ശബ്ദമില്ലാതെ നിശബ്ദനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം മനസ്സിലാക്കി മോഹൻലാൽ തിരികെ രംഗത്തേക്ക് വരണം. പിന്നെ മമ്മൂക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി, അദ്ദേഹം ഈ ഒരു സമയത്തും മറ്റുള്ള ഒരു കോലാഹലങ്ങളെ പറ്റിയും അവെയർ ആവുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പുള്ളിക്കാരൻ വറീഡ് ആവുന്നതേ ഇല്ല. അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടന്നു പോട്ടെ. ഈ തെരുവിൽ കിടക്കുന്ന പട്ടി കുരയ്ക്കുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വീട്ടിലെ പട്ടി കുരയ്ക്കുന്നുണ്ടോ അപ്പം നോക്കിയാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡാണ് മമ്മൂക്കയ്ക്കുള്ളത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും മമ്മൂക്കയുടെ ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾക്കിടയിലും എല്ലാം മമ്മൂക്ക ഈ പറയുന്ന സഹായ ഹസ്തവുമായിട്ട് രംഗത്തേക്ക് വന്നു. അപ്പോഴും പലരും പറയുന്ന ആളുകളൊന്നും വന്നിട്ടില്ല. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. മമ്മൂക്കയുടെ പുതിയ സിനിമ വരുന്നുണ്ട്, പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമയൊക്കെ വരുമ്പോൾ അതിൽ കൂടി മമ്മൂക്കയ്ക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലമോ അല്ലെങ്കിൽ അതിൽ കൂടി മമ്മൂക്കയ്ക്ക് ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോഹൻലാലിനെ സാരമായി ബാധിക്കുമെന്നുള്ള അറിയാവുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കണം സംഘികൾ ഇവരെ രണ്ടുപേരും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു വളം വെച്ച് അല്ലെങ്കിൽ മോഹൻലാലിന് കൂട്ടി നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ വല്ലാത്ത വിഷമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് മെഴുകാൻ ശ്രമിച്ചാലും അത്
മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന പല ആളുകളും അത് തന്നെ പറയുള്ളൂ. ഇനി മോഹൻലാലിനെ എത്ര ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, മോഹൻലാലിനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും സ്നേഹബന്ധങ്ങൾക്ക് മുൻപിൽ അല്ലെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് മുൻപിൽ ഒരു പാർട്ടിയും നോക്കാതെ നിലപാടുകൾ അല്ലെ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം. അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനായാലും ആരാണെങ്കിലും ശരിക്കും പറഞ്ഞ ഒരു അടിമത്തത്തിന് ഇരയാക്കപ്പെട്ട ആളുകൾ തന്നെയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ എതിർക്കുന്നതും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.